ഗൈസ് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുശാൽ നഗറിലേക്കുള്ള വരാൻ കാരണം ഇന്നലെ ഒരു ലോളർ നമ്മളെ ലോളറിൻ്റെ വീഡിയോ നിങ്ങൾ ഞാൻ ഇട്ടിട്ട് തരാം. ഇത് പറഞ്ഞിട്ടായിട്ട് ആ ലോളറിൻ്റെ കാരണം കുറച്ച് പണിയുണ്ടായി. അതിൻ്റെ ജോയിൻറ്റ് ക്ലച്ച് പ്ലേറ്റ് ചേഞ്ച് ചെയ്യാൻ ഇതെല്ലാം ഉണ്ടായിരുന്നു ആ ലോളറിൻ്റെത്. അപ്പോൾ മെക്കാനിക്ക് വന്ന് അത് വരുന്ന ഗുഡ് ഹസൂർ നമ്മളെ ഹാറങ്കി റോഡ് കുറച്ച് പോയാൽ ഗുഡ് ഹസൂർ അത് ആ ജംഗ്ഷനിൽ നിന്ന് വരുന്ന മെക്കാനിക്ക്, ആ PWDൻ്റെ മെക്കാനിക്ക്. അപ്പോൾ ആ മെക്കാനിക്ക് വന്നിട്ട് നല്ല അതിൻ്റെ പണിയെല്ലാം തീർത്ത് കുറേ പണി പിടിച്ച് രാവിലെ വന്നത് 11 വരെ ഇനി. അപ്പോൾ കുറച്ച് മെക്കാനിക്ക് ആ പണിയെടുക്കുന്നതിൻ്റെ സാധനം മാറ്റുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെക്കാനിക്ക് ഇന്നലെ പണിയെടുത്തിട്ട് പോയി. എൻ്റെ മുതലാളി ഇല്ലാന്ന് പറഞ്ഞാൽ അയാൾ ബാംഗ്ലൂരിലുണ്ടായി. ഞാൻ പണിയെടുപ്പിച്ചിട്ട് അയാളെ അയച്ചിട്ട് അപ്പോൾ പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ കൂലി അതിൻ്റെ ചാർജെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് പൈസ കൊടുത്തിട്ട് റിട്ടേൺ പോകുന്നുള്ളത് മടിക്കരിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ വീഡിയോ ഇട്ട് തരാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന ആനക്കാട് എന്ന് പറയുന്ന സ്ഥലം അതൊന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് വീണ്ടും കാണിച്ചിട്ട് ഇട്ട് തരാം ഞാൻ. ഇപ്പോൾ ഞാൻ ഓട്ടുന്നുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന റെഡ് ഷിഫ്റ്റിലാണുള്ള ഓട്ടോമാറ്റിക് ഷിഫ്റ്റ്, ഗിയർലെസ്, ഓട്ടോമാറ്റിക്. ആ ഷിഫ്റ്റിലാണ് ഞാൻ ഇപ്പോൾ പോയത്. അതാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ഡസ്റ്റർ കാസർഗോഡിലുണ്ട്. പിന്നെ റാൻഡ് റോവർ അതെല്ലാം പണിയെടുത്തിട്ട് പറഞ്ഞു അത്ര. പിന്നെ നമ്മളൊരു ജീപ്പ് ഉണ്ട് ഇവിടെ വെച്ചിട്ട്. ആ ജീപ്പ് ഇപ്പോൾ കൊണ്ടുപോകണം പണി കഴിഞ്ഞില്ലെങ്കിൽ. ആനക്കാട്ടിൽ കോഴിക്കാട് അല്ലേ, കോഴിയെല്ലാം കാണുന്നുണ്ട്. ഇതാണ് ആനക്കാട്. രാത്രി വരെ നല്ല മാത്രം ലൈറ്റൊന്നും ഉണ്ടാകുന്നില്ല. ആന ഉണ്ടാവും ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കേണ്ടി വരുന്നു. ആന ഉണ്ടാകുന്നു. ഞാൻ കുറേ പ്രാവശ്യം കണ്ടു. ഞാൻ ഫാമിലി ആയിട്ട് വരുമ്പോഴേക്കും റിസാക്ക് കുറേയുടെ മാനിനെ കാണിച്ചിന് ഞാൻ റോഡ് സൈഡ്. പിന്നെ രാവിലെ വരുമ്പോൾ മാനിനൊരു വണ്ടി കുത്തിയിട്ട് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിന് അവിടെ എന്തോ പ്രശ്നം ഇരിക്കണം, ആന ഉണ്ടാവും. ഇങ്ങനെ ആളുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, ആളുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അടങ്ങ് ആന കാടുന്നേ ഉണ്ടാവുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് വെറുതെ ഇടുന്നത്. അപ്പോൾ റോഡിൻ്റെ കുറേ കാണിച്ചിട്ട് നിങ്ങളെ മടുപ്പിക്കുന്നതിന് അല്ലേ. റോഡിനെ കാണിക്കുന്നത് നിങ്ങൾക്ക് മടുപ്പാവും. ഇതെന്ത് റോഡിനെ കാണിക്കുന്നത്. പക്ഷേ ഈ എന്തൊരു മച്ചം ഇല്ല വരാൻ ആനെല്ലാം അട്ടം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. വണ്ടിയുടെ നിർത്തിയതാ ഇവിടെ ബോട്ടൽ. അയ്യോ, ഞാൻ ആ ബോട്ടൽ ഇട്ടത് കാണിക്കാം. ഓട്ടോമാറ്റിക് വണ്ടി ഭയങ്കര ചോരയാന്നുണ്ടല്ലേ. സ്ലോ ഒരു ഓവർടേക്ക് കഴിയുമ്പോൾ വണ്ടി സ്ലോ ആയാൽ അതും പ്രശ്നം. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് നല്ല മജം. ഇവിടെ എല്ലാം ആന ക്രോസിങ് ഏരിയ. ഇതെല്ലാം ഇതിലെ രാത്രിയെല്ലാം പെരുന്നാളൊക്കെ കണ്ടിട്ടുണ്ടാവും ആന. അപ്പോൾ അപ്പുറമെല്ലാം ബോർഡ് ഇട്ടിട്ടുണ്ട്. അടാടെ ബോർഡ് കാണുന്നല്ലോ. എലിഫന്റ് ക്രോസിങ് ഏരിയ, എലിഫന്റ് സോൺ. ഇതാടാ പുട്ടാണി കളിക്കതാരി, കാടാന കളിക്കതാരി, പുട്ടാണി കളിക്കല്ല, സോറി. ഓഹ് വണ്ടി പേര് ഈടാണ്. ഇവിടെ ബോർഡ് ഇട്ടിട്ടുണ്ടല്ലേ. ഇതാണ് ആനൻ്റെ സ്ഥിരം. ഞാൻ കുറേ പ്രാവശ്യം കണ്ടത് ഈ സ്ഥലത്തിൽ ഇറങ്ങിയിട്ട് വരുന്നത് ആന. കുറേ പ്രാവശ്യം ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ ആന. ആന ഇവിടെ വന്ന് ഇവിടെ റോട്ടിലെ ഇവിടെ അഡം കിടക്കുന്ന സ്ഥലം. ഇതിങ്ങനെ മുകളിലേക്കെല്ലാം കയറുന്ന കുറേ പ്രാവശ്യം കണ്ടിന്യൂ. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ബൈ.